തൃപ്പൂണിത്തുറയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത NDA തന്നെ നഗരസഭ ഭരിക്കുമെന്ന് BJP. പൈതൃക സംരക്ഷണവും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാകും പ്രാധാന്യം നൽകുക. CPM തകർത്ത തൃപ്പൂണിത്തുറയുടെ മഹത്തായ പൈതൃകം തിരിച്ചുപിടിക്കുമെന്ന് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJP വ്യക്തമാക്കി. ഒരു തവണ മാത്രം UDF, ബാക്കിയുള്ള നഗരസഭാ ഭരണചരിത്രം മുഴുവൻ ഇടതുമുന്നണിക്കുള്ളതാണ്. ഒരിക്കൽ UDFന് അവസരം നൽകിയത് അബദ്ധമെന്ന് ജനം തിരിച്ചറിഞ്ഞു. ഇടതുഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ഇത്തവണ BJPക്ക് ഭൂരിപക്ഷം നൽകി. പക്ഷേ ജനഹിതം അട്ടിമറിക്കാൻ അവിശുദ്ധ നീക്കത്തിന് ചരടുവലികൾ സജീവമാക്കിയിട്ടുണ്ട് UDFും LDFും. ജനഹിതം BJPക്കൊപ്പമാണെന്നും തങ്ങൾ തന്നെ നഗരസഭ ഭരിക്കുമെന്നും BJP വ്യക്തമാക്കി. BJP 50 വോട്ടിന് താഴെ തോറ്റിരിക്കുന്ന ഏതാണ്ട് 15ഓളം സീറ്റുകളുണ്ട്. ഇതെല്ലാം കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ, അതായത് CPM അല്ലെങ്കിൽ കോൺഗ്രസ് പരസ്പരം ക്രോസ് വോട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ 35ലധികം സീറ്റ് നേടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തൃപ്പൂണിത്തുറയിൽ അധികാരത്തിൽ വരുമായിരുന്നു. ഇതെല്ലാം BJPയിലെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇത്തവണ ഞങ്ങൾ ഒറ്റക്കക്ഷിയായിട്ട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ വലിയൊരു നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. CPM തകർത്ത തൃപ്പൂണിത്തുറയുടെ മഹത്തായ പൈതൃകം തിരിച്ചുപിടിക്കുമെന്നും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും BJP. കേരളത്തിലെ ഏത് നഗരത്തെക്കാളും പൈതൃക സമ്പത്തുള്ളൊരു നഗരമാണ് തൃപ്പൂണിത്തുറ. പക്ഷേ ഇതുവരെ ഒരു ലോകത്തിൻ്റെ ഭൂപടത്തിൽ തൃപ്പൂണിത്തുറയെ ഉയർത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇതുവരെ പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി പൈതൃകത്തെ തകർക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത്തച്ചമയം തന്നെ ഇന്ന് വെറും കെട്ടുകാഴ്ചയായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റമുണ്ടാവേണ്ടത് അടിയന്തരമാണ്. തൃപ്പൂണിത്തുറയിലെ ഓരോ മണൽത്തരിയിലും പൈതൃകം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെല്ലാം തകർക്കാനായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് CPM പരിശ്രമിച്ചിട്ടുണ്ട്. ചില ഇതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളത് പൈതൃകത്തെ സംബന്ധിച്ച് വലിയൊരു അജണ്ടയായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. നഗരസഭയിൽ സ്വതന്ത്രരാരും വിജയിക്കാത്തതിനാൽ നേരിട്ടുള്ള സഹകരണം മാത്രമേ BJPയെ അകറ്റി നിർത്താൻ ഇരു മുന്നണികൾക്കും രക്ഷയുള്ളൂ. അത് രാഷ്ട്രീയ ആത്മഹത്യയാകുമെന്ന ഭയം UDFനും LDFനും ഉണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ജനം, കൊച്ചി.